അതെ, ഊർജിതമായിട്ട് ഇവിടെ വസ്ത്രവിതരണം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു പ്രധാന അറിയിപ്പുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ പഴയ ഡ്രസ്സുകൾ, ദുരിതാശ്വാസ ക്യാമ്പ് പഴയ സാധനങ്ങൾ നിക്ഷേപിക്കാനുള്ള സ്ഥലമല്ല. ഞാൻ എക്സാമ്പിൾ കാണിക്കാം. ഇത് കണ്ടോ, ഇപ്പം ഇത്രയും ഡ്രസ്സ് ഇവിടെ എല്ലാം ആ ഡ്രസ്സുകൾ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രായക്കാർക്കുള്ള ഡ്രസ്സുകൾ സോർട്ട് ഔട്ട് ചെയ്ത് മാറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഒഴിവാക്കുക. ഇത് ഇത്രയും ഡ്രസ്സിനകത്ത് ഈ കൊണ്ടുവന്നിരിക്കുന്ന ഇത്രയും ഡ്രസ്സ് കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലാതായിരിക്കുക. കാരണം ഇത് പഴയതും പിഞ്ചിയതും കളയാൻ വേസ്റ്റായിട്ട് വെച്ചിരുന്ന എല്ലാം കൂടെ തന്ന് കയറ്റി വിട്ടിട്ട് ഇത് കണ്ടോ, ഇതാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അയച്ചിരിക്കുന്ന ഡ്രസ്സ്. അപ്പം ദയവ് ചെയ്ത് ഇതിൻ്റെയൊക്കെ അവസ്ഥ ഒന്ന് കാണണം. ഇതെങ്ങനെ ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ കൊടുക്കണമെന്നില്ല, പക്ഷേ ഒന്നേ കൊടുത്തുള്ളതിലും പുതിയത് കൊടുക്കുക. അതേ ദൈവസേനയിൽ മാനിക്കത്തുള്ളൂ, അല്ലേ? അതെ, ഒന്നേ കൊടുക്കുന്നുള്ളതിലും നല്ലത് കൊടുക്കുക. ഒരു 3-4 ചാക്ക് ഞങ്ങള് വേസ്റ്റ്, ഒരു മനുഷ്യർക്ക് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത വേസ്റ്റ് അവിടെ കൊണ്ട് അത് ഇനി ആ വേസ്റ്റ് കളയാൻ പോലും നമുക്കിവിടെ നിർവാഹമില്ല. വെള്ളം കാരണം ഒരിടത്തും വേസ്റ്റ് കളയാൻ പറ്റത്തില്ല, മഴ കാരണം കത്തിക്കാനും പറ്റത്തില്ല. ഇതൊരു വലിയ ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള തുണികൾ ആൾക്കാർ തരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടാൻ പറ്റാത്തത് മറ്റുള്ളവർക്ക് ഇടാൻ പറ്റത്തില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇടാൻ പറ്റാത്ത മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെ ഇടും? അവരിൽ ഒന്നുമില്ലാതാണ് അവർ കയറി വരുന്നത്. മഞ്ജു ഇതിന്റെ വിക്ടിമാണ്. മഞ്ജുവിന്റെ വീട്ടിൽ ഇപ്പോഴും തലയ്ക്ക് മേളിൽ വെള്ളമാണ്. നല്ല എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ വന്നതാണ്. അപ്പം നമ്മളൊരു തുണി കിട്ടുമ്പോൾ അത് വലിയൊരു പ്രതീക്ഷയോടെയാണ് ഞങ്ങളത് എടുക്കുന്നത്. അപ്പൊ അതിങ്ങനെ കീറിയതും നിങ്ങളുടെ വീട്ടിൽ ആർക്കും ഇടാൻ പറ്റാത്തത് നമുക്ക് കൊണ്ട് തന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഒരു ഡ്രസ്സ് പോലും ഞങ്ങൾക്കില്ല. ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് ദുരിതാശ്വാസത്തിൽ നിന്ന് ഓരോരുത്തർ തന്ന് ഇട്ടിരിക്കുന്നതാണ്. അതെല്ലാം നമ്മൾ ഈ ദാനമായിട്ട് കിട്ടുന്നതല്ല. അപ്പൊ നല്ലത് മാത്രം നിങ്ങൾ കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കരുത്. ദൈവത്തെ ഓർത്ത് കൊടുക്കരുത്. അത് വളരെ ഇതുണ്ട്. ഇത്രയും ഡ്രസ്സ് ഇപ്പൊ നമ്മൾ കളക്ട് ചെയ്തതിൽ ഇത്രയും ഡ്രസ്സ് വേസ്റ്റ് ആണ്. ഇത് ബലം തുടയ്ക്കാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 2 പെട്ടി 3-4 ചാക്ക് ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ഞങ്ങൾ മാറ്റിക്കൊണ്ട് വെച്ചേക്കുവാ. മാറ്റി വെച്ചിരിക്കുന്നത് ആൾക്കാർ അതുപോലെ നീഡിൽ നിൽക്കുകയാണ്. നമ്മുടെ ക്യാമ്പ് പുരോഗമിക്കുന്നു, കാര്യങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് ഉച്ചഭക്ഷണത്തിന് മുമ്പായിട്ട് എല്ലാവരും വിശ്രമിക്കുകയാണ്. ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് മേളത്തെ ഹോളിലാണ്. നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററുടെ റൂം മുഴുവൻ ഇതിനുവേണ്ടി ഡ്രസ്സിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒത്തിരി ഇത് പറ്റുന്ന ഡ്രസ്സാണ്. നിങ്ങൾ ആരെങ്കിലും വോളണ്ടിയേഴ്സ് ആയിട്ട് പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചങ്ങനാശ്ശേരി കുരിശുമൂട്ടിലോട്ട് വാ. നമുക്ക് ഒരുമിച്ച് ഇവിടെ പ്രവർത്തനത്തിൽ ഏർപ്പെടാം. ഇവിടെ ഫുഡിൻ്റെ സെഷൻ നമ്മൾ ഈ സൈഡിലാണ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാ മോനെ ഉച്ചക്കത്തെ ഫുഡിന്റെ കാര്യം എന്തായി? ഉച്ചക്കത്തെ ഫുഡ് നമുക്ക് ഇപ്പം വരും, ഒരു അരമണിക്കൂർ ഇപ്പൊ വരും. വന്നുകൊണ്ടിരിക്കുകയാണ് ഫുഡ്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഫുഡ് ഏകദേശം ഓരോ ക്യാമ്പിൽ നിന്ന് ഓരോ സ്ഥലത്ത് നമ്മൾ വിളിച്ചു ചോദിക്കുക, നമുക്ക് ഫുഡ് വേണോ, എന്തുമാത്രം ഫുഡ് വേണോ, ആവശ്യമുണ്ടോ, എന്താ വേണ്ട, എന്ത് വേണമെങ്കിലും നമ്മൾ ഇപ്പൊ വിളിച്ചോ, ഇപ്പൊ സാധനം തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഫുഡ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അരമണിക്കൂറാൻ വരും. എല്ലാവരും ക്യാമ്പിലുള്ളവരെല്ലാം വളരെ ഹാപ്പിയാണ്. അവർക്ക് തക്ക സമയത്ത് എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. നമുക്കത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള വളണ്ടിയേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. പിള്ളേരെല്ലാം വില്ലിംഗ് ആയിട്ട് നിൽക്കുന്നു. ചോറ് എത്തിക്കഴിഞ്ഞു. ജസ്റ്റിൻ ബ്രദറുമാണ് ഓരോന്നിട്ട് ഇനിയും വരെ ഇതെന്നാ പയറ് അല്ലേ? പയറല്ല, പയറും
എന്താണ് സിദ്ധു ജോയ് എന്താണ് ഒന്ന് പറഞ്ഞേ സിദ്ധുരാജ് എന്ത് പറയുന്നു? എന്താണ് സന്തോഷമുണ്ടോ? വളരെ നല്ലതായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നു. എല്ലാവരും വളരെ ഹാപ്പിയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം പോകുന്നു. ഇത് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഒരുപാട് ആൾക്കാരുണ്ട് വിഷമിക്കുന്നവർ, അവർക്ക് മുന്നിൽ ഇതൊരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ. ഫിനാൻസിന്റെ സാമ്പത്തികക്കാരൻ എന്താ ലിസ്റ്റൊക്കെ ആയിട്ട് നടക്കുന്നു? ലിസ്റ്റുണ്ട്. ഇതിനകത്ത് വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഉണ്ടായ സമയം മുതലേ പൈസക്കാരനായി ഇരിക്കുന്നു. ഇത്രയും വർഷമായിട്ട് ഫിനാൻസിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും വയറൊന്നും ഉണ്ടാകാത്ത മനുഷ്യൻ. അപ്പൊ എങ്ങനെയാണ് ഖജനാവ് എങ്ങനെയാണ്? കാര്യം ഇതുവരെയും ഒരു കുഴപ്പവുമില്ല. ഖജനാവെല്ലാം ഓക്കെയാണ് ഇതുവരെയും, ഇന്ന് വരെയും. അപ്പോൾ ഇനിയും ഇതിലേറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വരുന്ന ഫാമിലികളെ കംപ്ലീറ്റ് നമുക്ക് അതൊന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം. അതിൽ ഇതൊന്നും വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് വന്നത്. അതായത് നമ്മളൊരു സ്ലിപ്പ് എടുത്തിട്ട് പോലീസ് കമ്മിറ്റി സീൽ അടിച്ചുകൊണ്ട് ഓരോ ഫാമിലിക്കും നമ്മളെ F1 എഫിട്ട് നമുക്ക് ഒരു സ്ലിപ്പ് എഴുതിയിട്ട് അവരുടെ കൈ കൊടുക്കുക. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം. രസം വന്നു അല്ലേ? വിഭവസമൃദ്ധമായ ആഹാര ഭക്ഷണം തന്നെയാണ് ക്രമീകരിക്കുന്നത്. ഇവിടുത്തെ ഇതെന്താണ്? അച്ചാറാണ്. ഇവിടെ ക്യാമ്പില് എല്ലാവരും എന്താണ്, ഏത് ഏരിയയിലോട്ടാണ്? കൈ മുറിഞ്ഞു പോകുന്ന വഴി വീണപ്പം ആൾക്കാരെ കൊണ്ടുവരാൻ പോയത്. ആണോ? ഡെറ്റോൾ ഡോക്ടർ ചെറിയ താഴെ വന്നിട്ടുണ്ട്. ഡോക്ടറെ കാണണേ വാ. ഇതൊക്കെ ഇതിനകത്ത് പറഞ്ഞോളാം, കുഴപ്പമൊന്നുമില്ല. അല്ല വേണേ ഡോക്ടർ വാ. ഞാൻ താഴത്തെ ഹോളിലോട്ടും കൂടെ പോവാം. ഇവിടെയാണ് രജിസ്ട്രേഷൻ. പക്ഷേ എങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ? കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നു. അടിപൊളിയാണ്, കുഴപ്പമില്ല, അടിപൊളിയാണ്. ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് പടിഞ്ഞാറുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്. വേഴപ്രാവുണ്ട്, പുളിങ്ങുന്നുണ്ട്, ചെങ്ങന്നൂരുണ്ട്. ഈ കട്ടക്കിലച്ചാൻ എന്നെ ഇവിടെ ചെയ്യുന്നത് വല്ലതും ചെയ്യുന്നുണ്ടോ? ചുമ്മാ വന്നിരിക്കുക ആണല്ലേ? ഒന്നും ചെയ്യുന്നില്ല. പത്ത് പിള്ളേർ ഇംഗ്ലീഷ് പഠിപ്പിക്കാനെങ്കിലും പറയട്ടോ. ചോരങ്ങൾ എത്തിക്കുകയാണ്. ഷാജി ബ്രദറ് വലിയ കഷ്ടത്തിൽ നിന്നാണ് വന്നത്. വീട്ടിലിപ്പോൾ എത്ര വെള്ളം? വീട്ടിൽ പടലയുടെ അത്ര വെള്ളമുണ്ട്. എന്നിട്ട് നമ്മളിവിടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാനിപ്പോൾ ഈ ക്യാമ്പിലേക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭവൻ എങ്ങനെ പോകുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പോകുന്നു. ഒരു വിഷയമില്ല. നമുക്ക് നാട്ടുകാരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം അല്ലേ? തീർച്ചയായും. ഊണ് കഴിക്കാൻ ഇനിയിപ്പോൾ ആൾക്കാരെ വിളിക്കാമല്ലോ അല്ലേ? ഞാൻ നമ്മുടെ താഴത്തെ നിലയിലോട്ടും കൂടെ ഒന്ന് പോകാമെന്ന് നോക്കട്ടെ. ചോറ് സഹോദരങ്ങൾ മേളിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൻ 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 എങ്ങനെയാണ് ഭക്ഷണത്തിന്റെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഇത് എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? ഇത് നമുക്കിപ്പോൾ കണ്ണഞ്ചിറ ഭാഗത്തുള്ളൊരു കുറച്ച് പിള്ളേർ നമുക്ക് കൊണ്ടുതന്ന ഫുഡാണിത്. അവർ രാവിലെ അവർ തന്നായിരുന്നു. ഉച്ചയ്ക്ക് അവർക്ക് റെഡി ആയിട്ടുണ്ട്. ഫുഡെല്ലാം അവർ തന്നെയാണ് ചെയ്യുന്നത്. വൈകിട്ട് എന്താണ് ഡിഷ്? വൈകിട്ട് നമുക്ക് ബ്രെഡും കറിയും കൊടുക്കാൻ വേണ്ടിയാണ്. അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ബ്രെഡ് ഇരിപ്പുണ്ട്. ഒരുപാട് ബ്രെഡ് നമുക്ക് വന്നിട്ടുണ്ട്. ഓരോ ടീമായിട്ട് കൂടി അവരെല്ലാം കൊണ്ട് തരുന്നുണ്ട്. ബ്രെഡും ബിസ്ക്കറ്റ് റസ്ക് എല്ലാം. പിന്നെ ഇപ്പം ഇവിടെ ഫുഡ് വരും. വൈകിട്ട് ഒരുപാട് ആൾക്കാർ എത്ര പേർക്ക് ഫുഡ് വേണമെന്ന് ചോദിച്ചും വരും. ഇപ്പോൾ ഓൾറെഡി നമുക്ക് വൈകിട്ടത്തേക്കുള്ള ഫുഡ് ആയിരിക്കുകയാണ്. പിന്നെ നമുക്ക് നാളത്തേക്കുള്ള കാര്യങ്ങൾ നടക്കാനുള്ളൂ. അപ്പോൾ ഓൾറെഡി നമുക്ക് വരുന്നുണ്ട്, ഫുഡ് ധാരാളം വരുന്നുണ്ട്. ഒരുപാട് സംഘടനകൾ നമുക്ക് തരുന്നുണ്ട്. ഒരുപാട് വ്യക്തികളുണ്ട് തരുന്നുണ്ട്. അങ്ങനെ പോകുന്നു. ശരിക്കും റിക്കവർ ആകാൻ വേണ്ടി ആദർശേ എന്താണ് ഇന്ന് എവിടെയായിട്ടാണ് ഓട്ടം? ഗ്യാസ് എടുത്തോ? ഗ്യാസ് കൊടുത്ത് ഇനിയിപ്പം അവിടെ കാലയിൽ കുറച്ച് പേരുണ്ട്. അങ്ങോട്ട് കുറച്ച് പേർക്ക് ഫുഡാക്കി ആണ്. വീട്ടിലാക്കി ആളെ ആക്കിയിട്ടുണ്ട്. അങ്ങോട്ട് ഫുഡ് ഇവിടുന്ന് കൊടുക്കാൻ. റീഹാബിലേഷൻ നടക്കുന്നു. ഓരോ മെഡിക്കൽ ടീം വന്നിട്ടുണ്ട്. നമ്മുടെ ഡോക്ടേഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എവിടെ നിന്നുള്ള മെഡിക്കൽ ടീമാ? എവിടെ നിന്നുള്ള മെഡിക്കൽ ടീമാ? ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി.
അവർ ഇവിടെ തന്നെ ഒരു മെഡിക്കൽ ക്യാമ്പായിട്ട് തന്നെ ചെയ്യുകയാണ്. എന്നാ പേര്? എൻ്റെ പേരും ഡോക്ടർ അവരെല്ലാം സന്നദ്ധമായിട്ട് ഫുള്ള് സ്വിങ്ങിൽ ഇതിനോടുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പ്രത്യേകിച്ച് വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നവരെല്ലാം വരിക. ചങ്ങനാശ്ശേരി കുരിശുമൂട്ടിൽ. ഇത് എന്താ പറയണ്ടത്, ശരിക്കും പറഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു വലിയ പ്രയത്നം തന്നെയാണ്. ഇല്ല, സാധനമെല്ലാം കയറ്റി. ഇപ്പോൾ അരിയെല്ലാം വന്നു, ഞങ്ങൾ കയറ്റിയാൽ ഇനിയൊന്നുമില്ല. നമ്മൾ ഇവിടെ ആൾക്കാരെല്ലാം വളരെ എന്താ പറയേണ്ടത്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വളരെ വലിയ സപ്പോർട്ടാണ്. ഇവിടെ ഹെൽത്ത് ടീം തന്നെ ഇവിടെ സജ്ജമായിട്ടുണ്ട്. ഡോക്ടേഴ്സ് 2 പേരും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡോക്ടർ ചെറി ഇപ്പം 5-10 മിനിറ്റിനകത്ത് എത്തുന്നു. ഡോക്ടർ സ്റ്റോറിലെ ചങ്ങനാശ്ശേരി ഡോക്ടർ സ്റ്റോറിലെ ഡോക്ടറും അവർ ഭയങ്കരമായിട്ട് ഇതിനോട് സഹകരിക്കുന്നു. എല്ലാ സന്നദ്ധ സംഘടനകളും ഉണ്ട്. ഒരു കാര്യം ഇപ്പം മനസ്സിലായി, ഇപ്പോൾ ഇവിടെ ക്രിസ്ത്യാനി ഇല്ല, മുസ്ലിം ഇല്ല, ഹിന്ദു ഇല്ല, മനുഷ്യരേ ഉള്ളൂ. ഇതാണ് ഒരു പ്രളയം വരേണ്ടിയിരുന്നു. ഇത് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി എല്ലാ വർഗീയതയും അതിൻ്റെ അകത്ത് ഒഴുകിപ്പോയി, എല്ലാ മതവിദ്വേഷവും അതിൻ്റെ അകത്ത് ഒഴുകിപ്പോയി. കുളിച്ച് കയറിയ പോലെ ഒരു പുതുക്കത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ക്യാമ്പിൽ ഞാനിന്ന് രാവിലെ മുതൽ ഇവിടെയുള്ള ഓരോരുത്തരുടെ കാര്യങ്ങൾ കേൾക്കുകയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് വന്നിരിക്കുന്നവർ, അറിയില്ല എങ്ങനെ ഇനി ഇതെല്ലാം റെസ്റ്റോർ ചെയ്യപ്പെടുമെന്ന്. അതുപോലെ ഒരു ആധാർ കാർഡ് പോലും എടുക്കാൻ പറ്റാതെ ഇറങ്ങിയവർ, വീടിരിക്കുന്ന സ്ഥലത്ത് വീടുണ്ടോയെന്ന് അറിയത്തില്ലാത്തവർ. ചിന്തിച്ച് നോക്കി, ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങപ്പെടേണ്ടി വരുന്ന ഒരു ഘട്ടം. പക്ഷേ എല്ലാം മറന്ന് ഇവിടെ പ്രവർത്തനമാണ്. നെയ്യാറ്റിൻകരയിൽ വിനോദ് ബ്രദറും ടീമും വന്ന് ഇന്നലെ ഒരുപാട് ഇവിടെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഇവിടെ വന്ന് വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ഉണ്ട്. ഭയങ്കര ഒരു കൂട്ടായ പരിശ്രമമാണ്. ഓരോ സെഷനായിട്ട് ഓരോരുത്തർ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാനായിട്ട് പറ്റട്ടെ. ഞാനിന്ന് ഹോളി പോയപ്പം കണ്ടതാണ്, ജാതിയില്ല ഇവിടെ, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, വിവേചനമില്ല, ഒന്നുമില്ല, മനുഷ്യർ. ശരിക്കും അതൊരു വലിയൊരു അനുഭവം തന്നെയാണ്. താങ്ക് യു. ഞാനിങ്ങനെ എന്നോട് കൂടെ ആൾക്കാർ എന്താ എന്ന് ചോദിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ലൈവ് വന്നിട്ട് ഇത് പറയുന്നത്. എനിക്ക് എത്ര പേർക്ക് മെസ്സേജ് അയക്കാനായിട്ട് പറ്റും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക്, ഫ്ലഡ് റിലീഫിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. കാരണം അത് വളരെ നമ്മൾ ചിന്തിക്കും അതെല്ലാം എങ്ങനെയായി പോകും, അങ്ങനെയൊന്നും അല്ല. അത് വളരെ ക്രമീകൃതമായ രീതിയിലാണ് ഇപ്രാവശ്യം ക്രമീകരിച്ചിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പേര് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈ അയച്ച് തന്നെ സഹകരിക്കണം. കഴിയുന്നത്ര ഇതിനു വേണ്ടി വേറെ ഒരു സംഘടനകൾക്കും പൈസ കൊടുക്കാതിരിക്കുക. നേരിട്ട് തന്നെ റിലീഫ് നമുക്ക് വ്യക്തിപരമായിട്ട് എത്തിക്കാൻ പറ്റുന്ന ഏതെങ്കിലും കൈകളിൽ പൈസ എത്തിക്കാൻ പറ്റുമെങ്കിൽ അത് വലിയ കാര്യമാണ്. അതിനപ്പുറത്ത് ഇന്നലെ ഞാനിപ്പം പോയപ്പോൾ അൻസുവിനോട് പറയുമായിരുന്നു, വെള്ളത്തിൽ നിന്ന് വലിച്ചു കയറ്റിയ ഒരമ്മ പറയുമായിരുന്നു, മോനെ ഈ കൈ ദൈവത്തിൻ്റെ കൈയാന്ന്. അപ്പം അത്രയ്ക്കൊരു ഇന്നലെയൊക്കെ ആയിട്ടല്ലേ ഭയങ്കര ഒരു ഒത്തിരി പേര്. ഒരാൾ വെള്ളത്തിൽ നിന്ന് 13 കിലോമീറ്റർ നീന്തിയാണ് ഈ ക്യാമ്പിൽ വന്നത്. 13 കിലോമീറ്റർ ഒരു 10-25 വയസ്സുള്ള ഒരു പയ്യനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ബോട്ടിൽ അവിടെ ജെട്ടിയിലാണെങ്കിലും അന്നേരം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ബോട്ട് ജെട്ടിയിൽ ഒരു നല്ല തിരക്കാണ്. അവിടെ നിൽക്കാൻ വരെ പറ്റത്തില്ല, ഒരുപാട് ആൾക്കാരും. രാവിലെ ബോട്ട് ജെട്ടിയിൽ പോയാലും പക്ഷെ ഓൾമോസ്റ്റ് എന്തായി കൈകളിൽ ഒതുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ദുരന്തം ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്നുണ്ട്. ചെങ്ങന്നൂർ ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ടെന്ന് കേൾക്കുന്നു. എന്നാലും അതിൻ്റെ വ്യാപ്തി ഒരുപാട് കുറഞ്ഞിരിക്കുന്നു. കാര്യങ്ങൾ നിയന്ത്രണത്തിൻ്റെ കീഴിലായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഈ ചങ്ങനാശ്ശേരിയിൽ കുരിശുമൂട്ടിൽ ഈ പരിസരത്തുള്ള കടക്കാരെല്ലാവരും ഭയങ്കരമായിട്ട് ഇതിനോട് സഹകരിക്കുന്നു.
ഞാനിപ്പം സ്റ്റെപ്പ് ഇറങ്ങി പുറത്ത് നിൽക്കുകയാണ്. ഫിഷ് മാർക്കറ്റിൽ മീൻ വേണേൽ മീൻ എന്ത് വേണേൽ എടുത്തുകൊണ്ട് പൊക്കോ ആവശ്യത്തിനെന്ന് പറയുകയാണ് ആൾക്കാർ. അത്രയ്ക്ക് വലിയ സഹകരണമാണ് എല്ലാവരും ചെയ്യുന്നത്. ഇത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ പരിശ്രമമാണിത്. ഇങ്ങനെ തന്നെ ഈ വെള്ളം കയറി ഇറങ്ങിപ്പോയാലും ഇങ്ങനെ തന്നെ ഇത് തുടരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ജാതിയില്ലാത്ത, മതമില്ലാത്ത, വർഗമില്ലാത്ത, വിവേചനങ്ങളില്ലാത്ത എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൻ്റെ വലിയൊരു സംഭവം തന്നെ നടക്കട്ടെ. താങ്ക് യു.